ഞാൻ ഈ കുറേ കാലം ഈ ഒരു ഇതേപോലത്തെ ഒരു കോണ്ടന്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും വിട്ട് കളഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഇത് കൂടി വരികയാണ്. നമ്മൾ മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ്. കേൾക്കുമ്പോഴത്തേക്ക് കുറച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ, ഇതൊക്കെ നമ്മൾ കുറെ കൂടെ ബുദ്ധിപൂർവ്വമാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ പലരും വന്ന് ഇവിടെ കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മോളുണ്ട് ഇവിടെ, വളരെ ഫേമസ് ആയിട്ടൊരു മോളാണ്. ആ മോളിൽ 50% ഓഫറിൽ പല കാര്യങ്ങളും കിട്ടുമെന്നുള്ള ധാരണയിൽ പലരും ചാടി കയറി അവിടെ ഓഫർ സമയത്ത് കയറി ചെല്ലാറുണ്ട്. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ പ്രോഡക്റ്റിനും ഓഫർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം വിലയിരുത്തേണ്ടതാണ്. നമ്മൾ പോയി വാങ്ങുന്ന ഒരു സാധനത്തിനും, ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഈ പറഞ്ഞ സോക്കോൾഡ് മോളിൽ പോയപ്പോൾ നമ്മൾ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റിനും 50% പോയിട്ട് 10% ഓഫർ ഉണ്ടായിരുന്നില്ല. ഈ ഓഫർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ എവിടുന്നൊക്കെയോ പൈസ ഇല്ലാത്ത പൈസയും കൊണ്ടാണ് വന്ന് വാങ്ങുന്നത്. വാങ്ങിച്ച് അതിനകത്ത് കയറി ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ച അവസാനമായിരിക്കുമല്ലോ, ചെക്ക്ഔട്ട് സെക്ഷനിലായിരിക്കും ഈ ഓഫർ കാണുക എന്ന് പോലും പലരും വിചാരിച്ച് അവിടെ ക്യാഷ് കൗണ്ടറിൽ എത്തുമ്പോഴത്തേക്കാണ് സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഓഫർ എന്ന് പറയുന്നത് ഒട്ടും പോവാത്തതോ സെയിലാവാത്തയോ സാധനങ്ങളിനെ എടുത്തിട്ടാണ് ഈ പറഞ്ഞ ആൾക്കാർ അവിടെ ഓഫർ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ 3 ദിവസത്തേക്ക് എക്സ്ക്ലൂസിവിറ്റി കൊണ്ടുവരാനായിട്ട് ഞാൻ ഇന്നലെ ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ തന്നെ ഒരു വലിയ ഹോർഡിങ്, ഒരു വലിയ ഏറ്റവും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത്രയും ഹൈറ്റിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഹോർഡിങ്ങിൽ 3 ദിവസം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന മോളിൽ 50% ഓഫർ ഉണ്ടെന്നുള്ളത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വലുതായിട്ട് എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ മാർക്കറ്റ് ചെയ്ത് പത്രത്തിലും റേഡിയോയിലും ന്യൂസിലും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടൊക്കെ മാർക്കറ്റ് ചെയ്തിട്ട് അവിടെ പോയി എത്തുന്ന കസ്റ്റമേഴ്സിന് ഓഫേഴ്സ് എന്ന് പറയുന്ന സാധനം പോയിട്ട് അവിടെ നോർമലി ഉള്ളതിനേക്കാളും ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് റേറ്റ് കൂടുതലായിട്ടാണ് കാണാറുള്ളത്. ഇന്നലെ അവിടെ ഈ ഓഫർ സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു മോളിൽ ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് കുത്തിത്തള്ളായിരിക്കും മലയാളികൾ പൊതുവേ ചെന്ന് എല്ലായിടത്തും വന്ന് നിൽക്കാറുള്ളത്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാനായിട്ട് അകത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് റോഡരികെ മൊത്തം വണ്ടികൾ കൊണ്ടിട്ട് പാർക്ക് ചെയ്ത് MVDക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഈ മോളിന് പറ്റിയിട്ടുണ്ട്. കുറേ രൂപ പെനാൽറ്റീസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പെനാൽറ്റീസ് മാത്രം തന്നെ ലക്ഷങ്ങൾ രൂപ വരുമെന്നാണ് എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞത് ന്യൂസ് വെച്ചിട്ട്. ഇതിലുപരി ഈ പറഞ്ഞ ഓഫർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ജെനുവിനായിട്ട് നോർമൽ റേറ്റിന് വളരെ അഫോർഡബിൾ റേറ്റിന് കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളിൽ പോലും സെയിൽ നടക്കാത്ത സാഹചര്യം പോലും വരാറുണ്ട്. എന്തിനാണ് ഞാൻ ഈ ഓഫറിനെ പറ്റി പറയുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഈ ഓഫറിന്റെ മറവിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മലയാളികൾ കുറെ കൂടെ അതിനെപ്പറ്റി അവബോധമുള്ള ആൾക്കാരായിട്ട് മാറുക. ഇതിനെപ്പറ്റി ഒരു ബോധ്യം ഇല്ലാതെ ചെന്ന് ഓഫർ എന്ന് കേൾക്കുമ്പോൾ അപ്പോഴേ ചാടി കയറി ഉള്ള പൈസ എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുക. ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഈ പറഞ്ഞ മോളിൽ ഒരു മിഡ് നൈറ്റ് സെയിൽ ഉണ്ടായിരുന്നു, 50% ഓഫ്. അതൊരു ആഴ്ചകൾക്ക് 1 മാസം മുമ്പേ അതിനെപ്പറ്റി ഒരു പ്രചാരമൊക്കെ ഉണ്ടായിരുന്നു. 50% ഈ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ എന്നും പറഞ്ഞു. എന്താണ് സാഹചര്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാൻ ഞാനും അവിടെ ഒരു ദിവസം പോയപ്പോൾ ആർക്കും വേണ്ടാത്ത കുറേ ഹെഡ്സെറ്റുകൾ, കുറച്ച് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് എല്ലാം വരെ ചന്തയിൽ മീൻ എങ്ങനെയാണോ അടുക്കി വെക്കുന്നത് അതേപോലെ ഒരു ശാഖരയൊക്കെ വരുമ്പോൾ എങ്ങനെ ഇടുന്നു അതേപോലെ ആ സംഭവങ്ങൾ പൊതുവേ നോർമലി നമ്മൾ മലയാളികൾ എന്നല്ല ഏതൊരു വ്യക്തിയും പോകുമ്പോൾ 90% ആൾക്കാർക്കും ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവില്ല, അല്ലെ അവരുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും, അവർ പൊതുവേ യൂസ് പോലും ചെയ്യാറില്ലായിരിക്കും. പക്ഷെ ഓഫർ കാണുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ടെൻഡൻസി, അതൊരു ടെൻഡൻസി എന്റെ മലയാളികൾക്കുണ്ട് എന്നുള്ളത് എനിക്ക് അവിടെ വന്നപ്പോൾ മനസ്സിലായി. ചിലരൊക്കെ ആ ഓഫർ കേൾക്കുന്നതിന് മുമ്പ് ഇവിടെ വരുന്ന ഈ ഒരു കുട്ടയിലൊക്കെ അത്രയും വലിയ ബോക്സിൽ കുട്ടയിലൊക്കെയാണ് കൊണ്ടുവന്ന് സാധനം തട്ടുന്നത്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഓഫർ എന്ന പേര് ഉപയോഗിക്കാതെ ഒരു ബിസിനസ്സും നമ്മുടെ നാട്ടിൽ നടക്കാതെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ക്ലോത്തിങ്ങിന്റെ ഒരു വലിയൊരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ഉണ്ട്. അവരുടെ അവിടെ പോകുമ്പോൾ അവർ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ബൈ 4 get 3. 4 ഡ്രസ്സ് വാങ്ങിച്ചാൽ 3 ഫ്രീ കിട്ടും. ചിലടത്ത് എഴുതിയിരിക്കുന്നു ബൈ 3 get 4. 3 വാങ്ങിച്ചാൽ 4 കിട്ടും. അതിനേക്കാളും ജെനുവിൻലി റേറ്റ് കുറച്ച് അവരുടെ എന്താണോ അതിന്റെ റിയൽ റേറ്റ് ആ റേറ്റിന് കൊടുക്കുന്നതല്ലേ നല്ലത്. ഈ ഓഫർ എന്നും പറഞ്ഞ് ഇങ്ങനത്തെ കുറെ ഗിമിക്കുകൾ സെറ്റ് ചെയ്ത് ആൾക്കാരെ പറ്റിക്കുന്നതിനേക്കാളും നല്ലതല്ലേ. ഒരു ഷർട്ടിന് 400 രൂപ 500 രൂപ മാർക്കറ്റിൽ പ്രൊഡക്ഷൻ റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ഇൻ ദ എൻഡ് എത്തിച്ചേരുമ്പോൾ 4000 5000 ആ ബ്രാൻഡിന്റെ പേരിൽ, എന്നിട്ട് അവിടെ ഇതേപോലത്തെ 4 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 3 ഫ്രീ കിട്ടും.
ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കാൻ കുറെ പാടാണ് കേട്ടോ. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ജനറേഷൻ 50 സീരീസ് കാർഡുകൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എൻവിഡിയയുടെ. അപ്പൊ ഈ പറഞ്ഞ കാർഡുകൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 4090, 4080 എന്നീ പറയുന്ന 40 സീരീസ് ജനറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ പറയാണ്, എല്ലാവരും ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന ലൈവ് സെക്ഷനിൽ അനൗൺസ് ചെയ്യുകയാണ്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2,50,000, 2,30,000, 2,40,000 രൂപയൊക്കെ വിലയുണ്ടായിരുന്ന 4090 കാർഡ് 24GB കാർഡിനെ കാട്ടിലും 2 ഇരട്ടി പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാർഡാണ് 5090 അറ്റ് ദ സെയിം പ്രൈസ് പോയിന്റ്. ഇറക്കുമ്പോൾ സെയിം പ്രൈസ് പോയിന്റിൽ ഇറക്കണ്ടെന്നോ, അത് റേറ്റിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് എടുത്ത 4090 എടുത്ത ആൾക്കാരൊക്കെ ഇപ്പം എന്താ മണ്ടന്മാരാണോ? അതേപോലെ തന്നെ 5070 ദാറ്റ് ഈസ് പ്രൈസ്ഡ് അറൌണ്ട് 60,000 റുപ്പീസ്, ഇന്ത്യൻ മണി 60,000 തൊട്ട് 70,000 അതിന്റെ റേറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. ഈ പറഞ്ഞ 5070 കാർഡ് 4090യുടെ പെർഫോമൻസ് കിട്ടുമെന്നുള്ള വാഗ്ദാനങ്ങളാണ് എൻവിഡിയ ഇത്രയും വലിയൊരു ഇവന്റില്, അവരുടെ ഒരു അനൗൺസ്മെന്റ് ഇവന്റില്, ലോഞ്ച് ഇവന്റില് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ തന്നെ 5070 എടുത്താൽ പോരെ, 4090യെ ഓവർകില്ലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 5070യെ പറ്റി ചിന്തിക്കുന്നത്. അവിടെ 5070 ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ആൾക്കാരുടെ തോട്ട് പോകുന്നത്. ചിലപ്പോൾ അവർക്ക് 4060യുടെ ആവശ്യം ഉണ്ടാവുള്ളായിരിക്കും. പക്ഷേ 5070 ഇത്രയും റേറ്റിന് കിട്ടില്ലേ, 4090യുടെ പെർഫോമൻസ് കിട്ടില്ല. ഒബ്വിയസ്ലി അവരെ അപ്സെല് ചെയ്യിപ്പിക്കുകയല്ലേ. ഈ പറഞ്ഞ ഒരു 20,000 25,000 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങേണ്ട ആള് 60,000 രൂപ മുടക്കേണ്ട സാഹചര്യം ഈ പറഞ്ഞ സോ കോൾഡ് കോർപ്പറേറ്റ് ബ്രാൻഡുകൾ കൊണ്ടുവരികയാണ്. ഇത് കാരണം കുറെ ആൾക്കാർ ഇനി 5070 വാങ്ങാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത് കൂടുതലായിട്ട്. എന്നും പറഞ്ഞ് ഇതിന് ഈ 5070യും 5090 50 സീരീസിന് എല്ലാത്തിനും DLSS 4.0 എന്ന് പറയുന്ന ടെക്നോളജി, അതായത് AI വെച്ച് അപ്സ്കെയിൽ ചെയ്യുന്ന ഒരു ടെക്നോളജി, മേ ബി ടെക്നോളജിയൊക്കെ ഒരു ടെക്നിക് എന്ന് വേണോ എനിക്ക് വിളിക്കാൻ കുറെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് തോന്നുന്നത്. ഈ ടെക്നിക്ക് ഒരു ഗിമിക്ക് ആണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. 90 FPS സാധനം, 90 FPS നിങ്ങൾ കളിക്കുന്ന ഗെയിം നിങ്ങൾക്ക് 230 FPS കിട്ടുന്നു. എങ്ങനെ? DLSS എന്ന് പറയുന്ന ഒരു ടെക്നിക് യൂസ് ചെയ്യുമ്പോൾ. ഈ ടെക്നിക് എന്ന് പറയുന്നത് AI വെച്ച് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിനെ മൾട്ടിപ്പിൾ ആയിട്ട് സ്കെയിൽ ചെയ്യുന്നു, അപ് സ്കെയിലിംഗ് ചെയ്യുന്നു. അത് AI വെച്ചിട്ടാണ് അതിനെ റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു റെൻഡർ ഔട്ട് വരുമ്പോഴത്തേക്ക് കൂടുതൽ FPS ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് FPS കൂടുതൽ കിട്ടുന്നു എന്നുള്ള ഒരു ധാരണയാണ് ആൾക്കാരിലുള്ളത്. ഈ ടെക്നോളജി അല്ലാതെ നമ്മൾ ജസ്റ്റ് റോ ആയിട്ട് 2 ഗ്രാഫിക്സ് കാർഡും സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ 6 to 7% ഡിഫറൻസ് മാത്രമേ റിയാലിറ്റി സ്പീക്കിംഗ് ഈ 2 കാർഡുകൾക്ക് ഉണ്ടാവുള്ളൂ, 5090 ആൻഡ് 4090. അൺഫോർച്ചുനേറ്റ്ലി ഇതല്ല വെളിയിൽ ഇറങ്ങുന്ന. പിന്നെ VRAM 32GB സംതിങ് VRAM ആണ് ഇതിൽ വരുന്നത്. ഇതെല്ലാം കൂടെ വെക്കുമ്പോഴത്തേക്ക് ഓവറോൾ നോക്കുമ്പോൾ ഒരു വലിയൊരു പാക്കേജ് വളരെ ചെറിയ റേറ്റിന് കിട്ടുന്നു എന്നുള്ളതാണ്. 4090യുടെ റേറ്റും ഇതേപോലെ സിമിലർ 2 lakh എബോ ആയിരുന്നല്ലോ മേ ബി. അപ്പോൾ ഈ 2 പ്രോഡക്റ്റിനും ഇത്ര വ്യത്യാസമേ ഉള്ളൂ റേറ്റിലും പെർഫോമൻസിലും. അതേപോലെ തന്നെ നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ പല സാധനങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ആയിട്ട് റേറ്റുകൾ കൂടാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അത് പല പല റീസൺ, എന്തെങ്കിലും ഒരു റീസൺ കിട്ടിയാൽ മതിയല്ലോ ബ്രാൻഡുകൾക്കും ഈ പറഞ്ഞ കോർപ്പറേറ്റ് ബിഗ് ജയൻസിന്. ലോസ് ഏഞ്ചൽസിൽ ഒരു വൈൽഡ് ഫയർ നടക്കുമ്പോൾ അവിടുത്തെ ഷിപ്മെന്റ് ഡിലേ, അത് അമേരിക്കയിലെ ഒരു ക്രൈസിസ് ആണ്, അത് ഗ്ലോബൽ റിസഷനെ ചിലപ്പം ബാധിക്കും. ഉക്രൈൻ റഷ്യ വാർ, അതേപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ, ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാത്തിലും ഗ്ലോബലി അത് എഫക്ട് ചെയ്യാണ്. അതുകൊണ്ട് റേറ്റ് അങ്ങ് കൂട്ടാം, സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ. ഇതൊക്കെ ഈ പറഞ്ഞു വരുന്നത് ഓഫറിന്റെ പിറകെ പോവാതിരിക്കുക. നിങ്ങൾ എന്ത് സാധനം ഇറങ്ങുമ്പോഴും അതിന്റെ റിയാലിറ്റി, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ബെറ്റർ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബെറ്റർ ആയിട്ട് ഓരോ ദിവസം നിങ്ങൾക്ക് അതിന്റെ ഒരു ബെറ്റർമെന്റ് കിട്ടുമെങ്കിൽ, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ, ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെങ്കിൽ യു ക്യാൻ ബൈ. ഇനിയിപ്പോ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രഡിക്ഷൻ ഒന്നുമല്ല, നടക്കാൻ പോകുന്ന റിയാലിറ്റിയാണ് പറയുന്നത്. ജാനുവരി 29 അല്ലെങ്കിൽ 29 മുമ്പൊക്കെ ആകും ഏകദേശം ഈ പറഞ്ഞ 5080 കാർഡുകളൊക്കെ ലോഞ്ച് ആവുന്ന സമയം. ഫെബ്രുവരി തൊട്ട് ആൾക്കാരെല്ലാവരും ഇതിന്റെ പെർഫോമൻസിന്റെ വാല്യൂഷൻ നോക്കും. പലരും വന്നിട്ട് 5080 5070 ഒക്കെ പ്രീ ബുക്കിംഗ് ചെയ്യും. എടുത്ത ആൾക്കാരൊക്കെ പഴയ 30 സീരീസും 40 സീരീസും ആയിട്ടുള്ള PC-കളും ഗ്രാഫിക്സ് കാർഡ്സുകളും മാർക്കറ്റിൽ ഇഷ്ടം പോലെ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിന് നിങ്ങൾക്ക് 30 സീരീസ് കാർഡും 40 സീരീസ് കാർഡും മാർക്കറ്റിൽ ലഭ്യമാകും. അത് പ്രീ ഓൺഡ് ആയിട്ടും യൂസ്ഡ് ആയിട്ടും മാർക്കറ്റിൽ ഒരു ചവർ കണക്കിനായിരിക്കും 3080, അതേപോലെ തന്നെ 3080 Ti, 4070 സൂപ്പർ, 4080 എല്ലാ കാർഡുകളും വരിക. ഈ പറഞ്ഞ റേറ്റുകൾക്ക് കിട്ടുന്നതിനൊപ്പം ചിലപ്പോൾ ഒരുപക്ഷെ PC-യും ചിലർ അപ്ഗ്രേഡ് ചെയ്യും. ആവശ്യമുണ്ടോന്നോ? ഞാൻ കളിക്കുന്ന ഗെയിമിന് ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, യൂസും ഉണ്ടാവത്തില്ല. യൂസ് കേസ് സിനാരിയോ ഇസ് വെരി ലോ. പക്ഷേ ആൾക്കാർ വാങ്ങാനായിട്ടുള്ള വ്യഗ്രത വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ അഡ്വാൻസ് ടെക്നോളജീസ് വരികയാണ്. വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഇനിയുള്ള കാലഘട്ടത്തിൽ ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് നമ്മളും അഡ്വാൻസ് ആകണം എന്നുള്ള ഒരു പ്രവണത പോലും ചിലപ്പോൾ ഉണ്ടാകുന്നതിന്റെ റീസൺ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. സോഷ്യൽ മീഡിയ മൊത്തത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങുന്നു, പുതിയ പുതിയ അപ്ഡേറ്റുകൾ ചെയ്യുന്നു, അവർ പുതിയ ഗാഡ്ജറ്റ്സ് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യുന്നു. ഇതൊക്കെ
ഒരു ഗിമിക്കാണെന്നുള്ളത് നിങ്ങൾ എന്നാ മനസ്സിലാക്കുന്നത്. സോ സാഡ് ടു ടെൽ യു, ഞാൻ ഗീക്ക് ബോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും വർഷമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അറൌണ്ട് 7 years പ്ലസ് 8 years ആവാറായി. പക്ഷെ ഇതുപോലത്തെ ഒരു കോണ്ടന്റ് ഒരിക്കലും നിങ്ങൾക്ക് ഏതൊരു ചാനലിലും ഇതുപോലെ ഇങ്ങനൊരു കാര്യം ചിലപ്പോൾ ആരും പറയണമെന്നില്ല. ബിക്കോസ് ദേ ഓൾ ലിവ് ഇൻ ദിസ് വേൾഡ് വിത്ത് ഓഫേഴ്സ്, ഡിസ്കൗണ്ട്, ക്ലിയറൻസ് സെയിൽ. സോ ഗൈസ് ബിവെയർ. നമ്മുടെ നാട്ടിൽ കുറെ സ്കാം നടക്കുന്നുണ്ട്. സ്കാം ആണ് ഏറ്റവും കൂടുതൽ. ഞാൻ ഏതൊരു ന്യൂസ് നോക്കിയാൽ ഇപ്പൊ സ്കാംസിന്റെ കാര്യങ്ങളെല്ലാം വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു ഓഫർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കറി വാങ്ങുന്ന ഈ പ്രവണത നിർത്തുക. ദയവ് ചെയ്ത് നിങ്ങൾ വാങ്ങുന്ന സാധനം നിങ്ങൾക്ക് യൂസ് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ട് ചാടിക്കറി വാങ്ങുക അല്ല വേണ്ട. നിങ്ങൾക്ക് ഫേവറേറ്റ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ പറയാണ് ഇന്ന സാധനം കൊള്ളാം, നിങ്ങൾ അത് വാങ്ങൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ലാതെ വെറുതെ ചെന്നൊരു സാധനം വാങ്ങാനായിട്ട് നിങ്ങൾ ഹാർഡ് ഏൺ മണി ചെന്ന് സ്പെൻഡ് ചെയ്യരുത്. ഇപ്പൊ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. വളരെ സുലഭമായിട്ട് ഇപ്പോഴും ഫ്ലറിഷ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കോടീശ്വരനാകാം. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ലോട്ടറി എടുക്കുന്നത്. ഒരാൾക്ക് അവിടെ ലോട്ടറി കിട്ടും. ഈ ലക്ഷക്കണക്കിന് എത്ര പ്രോബബിലിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിന്റെ. കിട്ടിയാൽ ഓക്കെ, പക്ഷേ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ മെന്റാലിറ്റി തന്നെ അവിടെ ലൂസ് ആവുകയാണ്. ലോട്ടറി അടിച്ചാൽ എൻ്റെ ലൈഫ് മാറും എന്നുള്ള ആദ്യത്തെ ആ ഒരു ചിന്താഗതി ആദ്യം എടുത്ത് മാറ്റുക. ലോട്ടറി അടിച്ച് മാത്രമല്ല, നമുക്ക് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യാതെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യാതെ EMIസിൽ ചെന്ന് മൈൻഡ് ട്രാപ്പ് ആവാതെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക. നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വാങ്ങുക. നിങ്ങൾ ഗീക്ക് ബോസിൽ നല്ല PCയോ എന്ത് വേണോ വാങ്ങിച്ചോളൂ. നിങ്ങൾ വാങ്ങുന്ന സാധനം യൂസ് ഉണ്ട്, യൂസ് കേസ് നിങ്ങൾക്ക് അതുകൊണ്ട് അതിൻ്റെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും എന്നീ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മെന്റൽ സ്ട്രെസ് റിലീഫിന് വേണ്ടിയാണ് നിങ്ങൾ ഗെയിം കളിക്കുന്നത്. Okay, that is fine. പക്ഷെ why this much offer അല്ലേ? ഇതൊന്നും കേട്ടാലൊന്നും നിങ്ങൾ നന്നാവില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ നമ്മളൊരു മനസാക്ഷി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ അനുഭവങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ കമന്റ് എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ്സ് ഇപ്പൊ നോക്കുന്നുണ്ട്. നിങ്ങൾ നെഗറ്റീവ് പറയണമെങ്കിൽ നെഗറ്റീവ് പറയാം. സാധാരണക്കാർ എങ്ങനെ ജീവിക്കാം EMI അല്ലേ? കുറെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും എല്ലാ സ്ഥാപനങ്ങളും ഓഫർ ഉണ്ടാവും. നിങ്ങൾ എവിടെ പോയാലും ഓഫർ എന്ന് പറയുന്ന സാധനം ഒരു MRP ടാഗ് പോലെ ആയിട്ട് മാറും മലയാളികൾക്ക്. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. പുതിയ ജനറേഷനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ 2025 ജനിക്കുന്ന ആൾക്കാർ വളരെ ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. ബട്ട് എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ വളരെ കുറച്ച് ആൾക്കാർ ഈ വീഡിയോ കാണുകയുള്ളായിരിക്കും. മേ ബി മോസ്റ്റ്ലി ദേ സ്കിപ്പ് ഇറ്റ് ഔട്ട്. ആര് സ്കിപ്പ് ചെയ്താലും ഞാൻ ഈ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുക. ഡോണ്ട് ബിലീവ് ബ്ലൈൻഡ്ലി ഓൺ ദീസ് കൈൻഡ് ഓഫ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്. Thank you.